നമ്മളിപ്പോ വന്നിട്ടുള്ളത് കിഴക്കേ നടയിലാണ്, വടക്കുന്നാഥൻ. അപ്പൊ അച്ഛൻ പറഞ്ഞ പോലെ തന്നെ ഇത് 500 വർഷം പഴക്കമുണ്ട്. അതൊക്കെ ആലോചിക്കാം. അത് എന്നിട്ട് പുതുക്കി പണിതാണ് ഈ കാണുന്നത്. കണ്ടില്ലേ ഈ സംഭവമൊക്കെ വെയ്യുള്ള പെയിന്റ് അടിച്ച് നല്ല വൃത്തിയാക്കി. നമ്മള് ഇവിടെ ആ ഭാഗത്തുണ്ട് നോക്കിയാ, ആ കാണുന്ന സ്ഥലത്താണ് എക്സിബിഷൻ നടക്കാറ്. എപ്പോഴും എക്സിബിഷൻ നടക്കാറ് ആലോചിക്കുക ആ ഭാഗത്ത്. അപ്പൊ നമ്മൾ എപ്പോഴും വീട്ടിൽ പറയാറുണ്ട് ഈ ഭാഗത്ത് എപ്പോഴും പണിയാണെന്ന്. അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ പുതുക്കി പണിയിലാണ് കാണിച്ചു. അതിന്റെ ഭംഗിയൊക്കെ ഉണ്ട്. അത് പുതുക്കി പണിയാണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ. അതുകൊണ്ടാണ് അവിടെ എപ്പോഴും പണി നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമുക്ക് അതിന്റെ കാഴ്ചകളൊക്കെ ഒന്ന് അടുത്ത് പോയി കാണാം. അത് VR ഗുരുവായൂരിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ കണ്ടിലേക്ക് ഈ കാണുന്നതാണ് നമ്മുടെ പുതിയ ഗോപുരം എന്ന് പറയുന്നത്. പിന്നെ പറഞ്ഞല്ലോ ഗോപുരനട എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ഭംഗിയാ നോക്കി കാണാനായിട്ട് നോക്കിയും. കണ്ടില്ലേ 4 ദിവസത്തെ 4 സൈഡ് ഇപ്പൊ തിരിച്ചറിയാൻ പറ്റാതെ ഇരിക്കയില്ലേ അല്ലെ? 4 സൈഡ് അതായത് നമ്മുടെ മറ്റേ ശാസ്ത്രപ്രകാരാണിത്. അതെ, പരമ്പരാഗത തച്ചുശാസ്ത്രപ്രകാരമാണ് ഇത് പണി ചെയ്തിട്ടുള്ളത്. അതിന്റെ ഭംഗി അത് മാത്രല്ല, ഇത് ഇങ്ങനെ ആ വാല് ഇത് നടക്കുമ്പോൾ ഒരു വാതിൽ കണ്ടില്ലേ, അതൊക്കെ 4 സൈഡ് ഒരേപോലെയല്ലേ കാണാൻ. എന്ത് ഭംഗിയല്ലേ ഈ മറ്റെന്താ പറയുക 4 ഗോപുരനട ഒരുപോലെയാണ് നടക്കുന്നത്. അതെ, അതാണ് ഏറ്റവും വലിയ രസം. അതുപോലെ എനിക്കും തമാശ പോലെ തോന്നിയെന്ന് അറിയാം. നമ്മുടെ ഈ ഗോപുരനട കാണുമ്പോ ഈ വടക്കനാഥ ഗോപുരനടയില്ലേ, ഇതേപോലെ തന്നെയാണ് തൃപ്പൂണിത്തുറ അമ്പലത്തിലും ഒരു ഗോപുരനട കണ്ടിട്ടുണ്ട്. ഇതേപോലെ വെള്ള പെയിന്റ് അടിച്ചിട്ട് ഇതേ രൂപ. ഞാനത് ആ വീഡിയോയില് കണ്ടു. നമുക്ക് ഇനി അടുത്ത പ്രാവശ്യം പോകണം, നമുക്ക് കാണിച്ചു തരാം. ഇതേപോലെ തന്നെ ഇതേപോലെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. വടക്കുന്നാഥിന്റെ അകത്തെത്തി അതൊരു രൂപം, അത് ഒന്നല്ല, അതേപോലെ നമുക്ക് തോന്നിയിട്ടുണ്ട്. അല്ല അതിന്റെ ഭംഗി ഇപ്പൊ ആ ഭാഗത്തേക്ക് തന്നെ ചെല്ലുമ്പോ കണ്ടില്ലോ നടുക്കായിട്ട് നോക്കിയാ മരത്തിന്റെ പണി ചെയ്തിട്ടുള്ളത്. അതൊക്കെ എന്ത് ഭംഗിയല്ലേ കാണാനായിട്ട്, നല്ല പോളിഷ് ചെയ്ത്. അതിപ്പോ അടുത്ത് അതിന്റെ മുകളിലൊക്കെ ഉണ്ടല്ലോ കൊത്തുപണിയും കാര്യങ്ങളൊക്കെ. എന്ത് രസമല്ലേ അത്. ശരിക്കും പറഞ്ഞാൽ എന്താന്ന് വെച്ചാലേ ഇത് പുതുക്കി പണിയതാണ്. ഇത് മൊത്തം ഒരുമിച്ചല്ല, ഇത് കൃത്യമായിട്ടുള്ള പണികളും കൃത്യമാക്കി വൃത്തിയാക്കുന്നുള്ളൂ. 500 വർഷം പഴക്കണ്ട്. 500 വർഷത്തിൽ കൂടുതൽ പഴക്കണ്ട്. അപ്പൊ അത് റിന്യൂ ചെയ്ത് എടുക്കാൻ വേണ്ടിട്ട് അവര് എത്ര മറ്റേ സമയം എടുത്തിട്ടുണ്ട്. ഇതിന്റെ പണികളും കാര്യങ്ങളും എന്ന് വെച്ചാൽ 1500 ക്യൂബിക് അടി തേക്ക് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 9 ടൺ ചുണ്ണാമ്പ് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 6000-ഓളം പരമ്പരാഗത ഓടുകൾ, ആവശ്യമായിട്ടുള്ള ഓടുകൾ. അതായത് നമ്മുടെ പഴയ കാലത്തെ പരമ്പരാഗത രീതിയിലുള്ള പണ്ടത്തെ ഓടുകൾ അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതൊന്ന് അയച്ചു. അതായത് ഇപ്പോഴത്തെ ഇത് വന്നെങ്കിലും ശരി, ആ പഴയ കാലത്തിന്റെ ആ രീതിയിൽ തന്നെയാണ് വീണ്ടും പുതുമ കളയാതെ പണിതിരിക്കുന്നത്. കാരണം ചുണ്ണാമ്പ് ഉപയോഗിച്ച് അത്ര 9 ടൺ ചുണ്ണാമ്പ് വരുത്തി ആ ചുണ്ണാമ്പിലാണ് ഇത് വീണ്ടും റിന്യൂ ചെയ്തിരിക്കുന്നത്. അത് ഇപ്പൊ വേണമെങ്കിൽ സിമെന്റ്, വെള്ള സിമെന്റ് ഒക്കെ ഉപയോഗിക്കാം. പക്ഷെ അതിന്റെ ആവശ്യമില്ല, ചുണ്ണാമ്പ് തന്നെ വരുത്തി ആ കാര്യം. ഇപ്പൊ കുറെ പെയിന്റിങ് പക്ഷെ ഇപ്പോഴും അതിന് പരമ്പരാഗത രീതിയിലുള്ള അതെ ആ മഹത്വം കളയാതെ അതേ രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. എന്ത് രസമല്ലേ. രാവിലെ നട തുറപ്പ് 4 AM എന്നുണ്ട്. അത് എല്ലായിടത്തും ഇങ്ങനെ എഴുതിയിട്ടുണ്ടല്ലേ, എല്ലായിടത്തും ഇതേപോലെ. ഇവിടെയും അതുപോലെ വന്നിട്ടുണ്ട്. ഇത് മുൻപുണ്ടോ ശ്രദ്ധിച്ചിട്ടില്ല, പക്ഷെ അത് ഒന്നുകൂടി നല്ല വൃത്തിക്ക് കൊണ്ടുവന്ന് ഇവിടെ മനസ്സിലാക്കും ചെയ്യാം ഏത് നട ചെന്നാലും. അതെ. പിന്നെ മറ്റേ അതുപോലെ തന്നെ ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ ഇതിന്റെ അടിഭാഗത്ത് കുറച്ച് മറ്റേ എന്താ പറയുക കൊത്തുപണികൾ ഉണ്ടല്ലേ, ആ കൊത്തുപണികളൊക്കെ അതുപോലെ തന്നെ അഴിച്ചെടുത്തിട്ട് അതിൽ എന്തെങ്കിലും കേടുപാടിലൊക്കെ തീർത്ത് എണ്ണയും മറ്റെന്താ പറയുക ലേപനങ്ങളും ഒക്കെ തേച്ച് മിനുക്കിയിട്ട് രണ്ടാമത് കയറ്റി വെച്ചതാണ്. മനസ്സിലായില്ലേ? അപ്പൊ അത് മറ്റേ ആ ഇതിൽ തന്നെ അത് പഴയ കാലത്ത് എങ്ങനെയാണ് ചെയ്തിച്ചാൽ എന്തെങ്കിലും ചെറിയ കേടുപാടുണ്ടെങ്കിൽ ആ കേടുപാടുകൾ മാത്രം തീർത്തിട്ട് അതിൽ എണ്ണയൊക്കെ തേച്ച് ഉഷാറാക്കിയിട്ട് അതുപോലെ തന്നെ വെച്ചിട്ടുണ്ട്. അത് അടിപൊളിയാക്കിയിട്ടുണ്ട്. ഉച്ച സമയത്തൊക്കെ ഇത് കാണാൻ തന്നെ അത് പ്രത്യേക ഭംഗി കൂടിയാ. ഉച്ച സമയത്തൊക്കെ നല്ലൊരു സൈഡ് കാണാം. കാരണം ചുണ്ണാമ്പിന്റെ റിഫ്ലക്ഷൻ അതൊക്കെയാണ് അതിന്റെ പ്രത്യേകത. ചുണ്ണാമ്പ് അടിക്കുന്നില്ല, കുറേ കാര്യം തണുപ്പ് അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ തമിഴ്നാട്ടിൽ നിന്ന് തഞ്ചാവൂരിലെ അവിടുത്തെ ആൾക്കാരുണ്ടല്ലോ, പുരാതന രീതിയില് പണ്ടത്തെ അതേ രീതികളിലാണ് അതിന്റെ കൂട്ടുകളും രീതികളിലൊക്കെയാണ് ചുണ്ണാമ്പ് മിശ്രിതം ഉണ്ടാക്കിയിട്ടുള്ളത്. അങ്ങനെയാണ് ഇവിടെ വന്നിട്ട് അത് അടിച്ചിരിക്കുന്നത്, പൂശിയിട്ടുള്ളത്. പണ്ടത്തെ അതേ രീതിയിൽ തഞ്ചാവൂര് കൊടുക്കുന്നുണ്ടായിരുന്നു. അതായത് അവിടുത്തെ ആൾക്കാര് അവിടുത്തെ പരമ്പരാഗത രീതിയിൽ പഴയ കാലത്തില് എങ്ങനെയാണോ അത് ചെയ്തിരുന്നത് ആ രീതിയിലാണ് ആ ചുണ്ണാമ്പ് മിശ്രിതം
ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. എന്നിട്ടാണ് ഇവിടെ അടിച്ചിരിക്കുന്നത് സാധനം. അതായത് പണ്ട് കാലത്ത് നമ്മൾ പറയില്ല, ഇപ്പൊ നമ്മൾ പണ്ട് കാലത്ത് ഓയിൽ പെയിന്റുകള് അതുപോലെ പേസ്റ്റ് പെയിന്റുകൾ അന്നില്ല. അന്നൊക്കെ പ്രകൃതിദത്തമായിട്ടുള്ള പെയിന്റുകളാണ് എടുത്തിരുന്നത്. അത് പച്ച കളറിന് പച്ചലച്ചാറ്, അതുപോലെ അങ്ങനെ ഓരോ കളറുകളും പ്രകൃതിദത്തമായിട്ട് ഉണ്ടാക്കിയിട്ട് അതുകൊണ്ട് പെയിന്റ് ചെയ്തിട്ടുള്ള ആണ് ഉണ്ടായിരുന്നത്. അപ്പൊ അതുപോലെ അന്നത്തെ കാലത്ത് ചുണ്ണാമ്പ് എങ്ങനെയാണോ ഉപയോഗിച്ചിരുന്നത് ആ രീതിയിലുള്ള മറ്റേ സാധനങ്ങൾ അതിൽ മിക്സ് ചെയ്തിട്ട് ആണ് ഇത് അടിച്ചിരിക്കുന്നത്. അത് അവരാണ്, അതായത് നമ്മുടെ തമിഴ്നാട്ടിലെ തഞ്ചാവൂരുകാരാണ് അതിന്റെ ആ രീതിയിൽ ഇങ്ങനത്തെ മറ്റു പണികളിലെ പരമ്പരാഗത രീതി കൊണ്ടു നടക്കുന്നവര് അവരാണ്. അതാണ് അതിന്റെ ഒരു ഇത്. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ഈ അമ്പലത്തിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ, അമ്പലത്തിലല്ല ഈ ഗോപുരത്തെ കുറിച്ചുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത്. പിന്നെ എനിക്കൊരു കാര്യം പറയണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അതായത് ഈ മറ്റേ ഇതിന്റെ ഈ വടക്കുംനാഥൻ അമ്പലത്തിലെ നാല് ഭാഗത്തായിട്ട് ഇതേപോലത്തെ ഗോപുരങ്ങളുണ്ട്. ആ ഗോപുരങ്ങളാണ് വടക്കുംനാഥൻ തല ഉയർത്തിപ്പിടിച്ച് നിൽക്കുന്നത്. എന്താ സ്റ്റൈൽ! നമ്മളിപ്പോ ഇൻസ്റ്റാഗ്രാമിൽ നോക്കിയാലും ഒരു ഫോട്ടോസ് നോക്കിയാലും അല്ലെങ്കിൽ നമ്മളിത് നോക്കിയാലും എല്ലാത്തിലും നമുക്ക് ഏറ്റവും കൂടുതൽ കാണാൻ പറ്റും വടക്കുംനാഥൻ എന്ന് പറയുമ്പോൾ ഈ ഗോപുര നടയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ കാണാൻ പറ്റുന്നത്. അപ്പൊ അത്രയും സ്റ്റൈലാണ് ഈ വടക്കുംനാഥന്റെ ഗോപുര നട. അപ്പൊ പിന്നെ അത് മാത്രമല്ല, അതിന്റെ ഓരോ പണികള് വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള ചെറിയ ചെറിയ പണികളിൽ നിന്ന് വലുതാക്കി കൊടുത്തിട്ട് എന്ത് സ്റ്റൈലായിട്ടാണ് അതൊക്കെ ചെയ്തിരിക്കുന്നത് അറിയാം. ഇഷ്ടം പോലെ അല്ലേ? നല്ല ഭംഗിയാണ് കാണാൻ. 500 വർഷം പഴക്കം ആലോചിച്ച്. അതെ, 500 വർഷത്തിൽ കൂടുതൽ പഴക്കമാണ്. അത്രയും പഴക്കം ഉണ്ടാവും. പിന്നെ 500 വർഷേ 500 വർഷം മൈനസ് എന്താല്ലേ? അതെ, അത് മാത്രല്ല, ഈ 500 വർഷം മുന്നേ പണിത ആ രീതിയിൽ തന്നെയാണ് ഇപ്പൊ റിന്യൂ ചെയ്തത്. കാരണം ഇല്ലേ, അതായത് മറ്റേ ഇവിടെ പെട്ട് തഞ്ചാവൂരിന്ന് ഉള്ള വിദഗ്ധരായിട്ടുള്ള ആൾക്കാർ വന്നിട്ടാണ് അതൊക്കെ ശരിയാക്കിയത്. അത് അതിന്റേതിരെ ഇതിൽ ആ പണ്ടത്തെ ചുണ്ണാമ്പ് മിശ്രിതം, ആ മിശ്രിതത്തിൽ അന്ന് കൂട്ടുന്ന പ്രകൃതിദത്തമായ സംഭവം അത് ചേർത്തുകൊണ്ടാണ് ശരിയാക്കിയിരിക്കുന്നത്. പിന്നെ ഈ കാണുന്ന സ്ഥലം കണ്ടിട്ട് നിങ്ങള്, ഈ കാണുന്ന സ്ഥലമാണ് മക്കളെ നമ്മുടെ എക്സിബിഷൻ ഉണ്ടായിരുന്ന സ്ഥലം. അന്ന് ഈ മാവൊക്കെ എവിടെ പോയിരുന്നു? അത് ഒരു ഈ സ്ഥലത്ത് എനിക്ക് തോന്നുന്നില്ല. ഈ സ്ഥലത്താണ് എക്സിബിഷൻ. നമ്മുടെ ഇത് വരുമ്പോ, അതായത് മറ്റേ തൃശ്ശൂർ പൂരം വരുമ്പോ എക്സിബിഷൻ എല്ലാ വർഷവും എക്സിബിഷൻ ഉണ്ട്. ഇപ്പൊ കഴിഞ്ഞ വർഷം നമ്മൾ എക്സിബിഷൻ വന്നു, അതിന്റെ വീഡിയോസും നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പൊ ആ എക്സിബിഷൻ നടക്കുന്ന സ്ഥലം ഇതാണ് മക്കളെ, ഇതാണ് ശരിയാണ്. നമ്മള് അപ്പൊ അന്നേരം ഈ മാവൊക്കെ എവിടെ പോയി? മാവുണ്ട്, 2 മാവുണ്ട്. അതിന് നടുക്കിലാണ് ജുവലേഴ്സിന്റെയും അങ്ങനെ എല്ലാ ബിസിനസ്സുകാരുടെ ഒക്കെ കൂപ്പണ കൊടുക്കുന്ന നടുക്കാ. ഇവിടെ മരം കണ്ടിട്ടില്ലേ? ഇവിടെ ഇങ്ങനെ വെള്ളം ചാടാണ്. ഇതില് വെള്ളച്ചാട്ടം ഇവിടെയാണ് ആ സംഭവം പണിയാ. അതെ, നല്ല ഫ്രണ്ടേജ് പണിയുന്നത്. ഫ്രണ്ടേജ് ആ ഭാഗത്താണ് പില്ലോസും കാര്യങ്ങളൊക്കെ കേറിട്ട് അങ്ങനെയൊക്കെ. ഇതിലെങ്ങനെ കേറിയിട്ട് ഈ ഭാഗത്തൊക്കെ ഒന്നും മനസ്സിലാവണില്ലല്ലേ? ഒന്നും മനസ്സിലാവണില്ല. അതെങ്ങനെ നമ്മള് വീട് വെക്കാൻ വേണ്ടി കുറ്റി അടിച്ചു കഴിഞ്ഞാൽ 2 ആള് പേർക്ക് തന്നെ കടക്കാൻ പറ്റുമോ? അതേപോലെയല്ലേ? പക്ഷെ വീട് പണിത് കഴിഞ്ഞാൽ അത്യാവശ്യം വലിയ വീടായി. ഇത്ര ഉള്ള സ്പേസ് കിട്ടോ. പക്ഷെ എക്സിബിഷന് വേണ്ടിയിട്ട് സ്റ്റാളുകൾ തിരിക്കുമ്പോണ്ടല്ലോ, അതിന്റെ ഉള്ളിൽ കൂടെ പോകുമ്പോ എന്തോരം വഴികളല്ലേ. നമ്മള് നടന്ന് ക്ഷീണിക്കും, നമ്മള് മടുക്കും. ഇവിടുന്ന് അങ്ങോട്ട് വഴിയൊക്കെ ഉണ്ടോ? അവിടെ അങ്ങോട്ട് വഴിയുണ്ട്. ഒന്നും മനസ്സിലാവില്ല. നമ്മള് ഞാൻ പറഞ്ഞത് ഒരു റോഡ് കണ്ടു, അതാ കണ്ടിട്ടില്ലേ? ആ റോഡ് നമ്മൾ ഈ എക്സിബിഷന്റെ ഉള്ളിൽ കയറി കറങ്ങിയിട്ടാണ് ഈ റോഡിലേക്ക് എത്താൻ നമ്മള്. മനസ്സിലായി? അപ്പൊ നമുക്ക് മനസ്സിലായില്ല. പക്ഷെ ഇപ്പൊ റൗണ്ടും ഇതെന്ത് കളിക്കുന്നു മനസ്സിലാവും. വെയില് കുറച്ചുകൂടെ മാർക്ക്. അതായത് മനസ്സിലാവണില്ല കേട്ടോ ഒരു കാര്യം. അപ്പൊ മറ്റേ സാധനക്കോ കറങ്ങണ സാധനം അവിടെ കിടന്നു, അവിടെ അപ്പുറത്തെ സൈഡില് ഈ റോഡ് കഴിഞ്ഞു വയ്ക്കല്ലേ. അപ്പൊ ഇത്ര സ്ഥലമാണ് ഈ എക്സിബിഷൻ കളിച്ചോണ്ടിരിക്കുന്നത്. ഇത്രയും സ്പേസിലാണ് എക്സിബിഷൻ ഉള്ളത്. എന്താ അല്ലല്ലോ, ഇനി സ്പേസ് ഒക്കെ ഉണ്ട്. എവിടെ സ്പേസ്? ഞാനൊരു കേറ്റൊക്കെ കേറി ഓർമ്മണ്ടോ? നമ്മള് സ്റ്റെപ്പ് കയറിയത് ഓർമ്മണ്ടോ? ആ സ്റ്റെപ്പാണ് നമ്മള് കേറിപ്പോയത്. അങ്ങോട്ട് സ്പേസ് ഉണ്ട്. അങ്ങോട്ട് സ്പേസ് അവിടെ അല്ലേ നാസയുടെ ഒക്കെ പരിപാടികളൊക്കെ. ശരിയാ. നമ്മളീ പണിയുള്ള സമയത്ത് അല്ലാത്ത സ്ഥലം കണ്ടാൽ ഇത് എക്സിബിഷന് വേണ്ടിട്ട് ഇത് ഒരുങ്ങി വരുമ്പോഴാണ് നമുക്കിത് മനസ്സിലാവുള്ളത്. ഇങ്ങനെ കാണുമ്പോ ഒന്നുമില്ല, വെറുതെ ഒരു ഗ്രൗണ്ട് അല്ലേ?
എന്റെ സ്ഥലത്തിന് അതോട് കേൾക്കുന്നത് ആലോചിച്ച് കൂട്ടി എന്തൊക്കെയാ എവിടേക്കാ സ്ഥലങ്ങളെന്നൊക്കെ മറന്നുപോയി. അപ്പൊ ഞങ്ങൾ എന്തായാലും ഫ്രണ്ട് ഭാഗം കാണിച്ച എക്സിബിഷന്റെ കാഴ്ചകളൊക്കെ ഞങ്ങളുണ്ട്. ഈ കാണുന്ന വീഡിയോ നമ്മൾ എക്സിബിഷന്റെ ആ സ്ഥലം ആലോചിക്കുക ഫ്രണ്ട് ഭാഗം നമ്മൾ നടന്നു തന്നെ. അപ്പൊ നമ്മളകത്തെത്തി 2026 തൃശ്ശൂര് എക്സിബിഷനകത്ത് നമ്മൾ കയറിയിട്ടുള്ളത്. കണ്ണട ഊരിട്ടോ ഇതിന്റെ ഉള്ളിലേക്ക് പോകണം നമ്മള്. ശരി, ഇവിടെ ഒരുപാട് സ്ഥലം ഭാഗം ഈ ഭാഗം. പക്ഷെ അന്ന് ആ പ്രൗഢിയിട്ടത് എക്സിബിഷന്റെ മറ്റേ കവാടൊക്കെ വരുമ്പോ ഈ ഭാഗത്തിന് വേറൊരു ലെവലാണ് അങ്ങനെ ഇരിക്കുന്നത്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആ ഭാഗത്തായിട്ട് കൊടുക്കണമെന്ന് പറഞ്ഞപ്പോ നമുക്ക് അങ്ങോട്ട് പോവാം. അപ്പൊ ഇവിടെയാണ് നമ്മളിപ്പോ പറയില്ല നമ്മൾ എത്ര പേരെന്ന് ചോദിക്കും 3 പേര്. ഓക്കെ, ആർട്ട് വർക്ക് അതിഗംഭീരായിട്ട്. അപ്പൊ ഞങ്ങൾക്ക് നമ്മളെ എക്സിബിഷന്റെ ആ ഫ്രണ്ടേജ് നമ്മൾ ഈ ഭാഗം ഈ പോർഷൻ ഞങ്ങൾ അതിൽ വീഡിയോയിൽ ഞങ്ങൾ ഉൾപ്പെടുത്തി കാണിച്ചു തരാം. അപ്പൊ ഒന്ന് കണ്ടു നോക്കും, എന്നിട്ട് നിങ്ങളെന്നെ തീരുമാനിക്കത്. കൊള്ളാതെ എന്തായാലും അപ്പൊ നമ്മളെന്തായാലും ഗോപുരം കണ്ടു. എക്സിബിഷനിൽ ഇങ്ങനെ കിളി പോയൊരു കാര്യം നമ്മൾ അറിഞ്ഞു. ഇവിടുത്തെ കത്തിപ്പോണ്ടിരുന്നത് ഇനിയിപ്പോ 1 മണിയായി സമയം. അപ്പൊ ഇനിയും ഇഷ്ടം പോലെ ഇതേപോലത്തെ കാഴ്ചകൾ ഇനി നമ്മൾ കുറച്ചൊക്കെ നമ്മൾ പ്ലാൻ ചെയ്തു കുറച്ച് സ്ഥലത്തേക്കൊക്കെ അല്ലേ. നമ്മൾ അവിടെ എല്ലാം പോണാവും നിങ്ങളും കൂടെ വരിക കാണാനായിട്ട്. അപ്പൊ നമുക്കിത് അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം.